അപ്പോൾ ഈ കിഴക്കോട്ടും വടക്കോട്ടുമുള്ള ഭൂമിയിൽ കവുങ്ങ് നമ്മൾ നടുമ്പോൾ നമുക്ക് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. പടിഞ്ഞാറൻ വെയിലും തെക്കൻ വെയിലും നമുക്കുണ്ടാകത്തില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ നടുന്ന സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുമാത്രമല്ല, വേനൽക്കാലത്ത് ഇപ്പം നനയെക്കുറിച്ച് കുറഞ്ഞാൽ തന്നെ അധികം നമ്മൾ കവുങ്ങിന് ചൂടടിക്കത്തില്ല. കാരണം ആഴങ്ങൾ കൂടുന്തോറും അതിനകത്ത് ഈർപ്പം അടിയിലേക്ക് കൂടുതലുള്ളതുകൊണ്ട് ചൂടിനെയും ബാധിക്കത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ അടയ്ക്ക പാകാൻ എടുക്കുന്നത്, ഞാൻ എപ്പോഴും എടുക്കുന്നത് രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെ കൊലയായിരിക്കും നമ്മൾ പാകാൻ എടുക്കുന്നത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന കുള്ളൻ ഇനം കവുങ്ങിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വിവിധ ഇനങ്ങൾ കവുങ്ങ് തൈ നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇൻ്റർമംഗള, നേരത്തെ മുതലേ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇൻ്റർമംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങുണ്ട്. ഇൻ്റർമംഗള കവുങ്ങിനെ പറ്റി പറയുമ്പോൾ അത് ഏകദേശം നമ്മൾ അടയ്ക്ക ഉണങ്ങി കഴിയുമ്പോൾ 140 അടയ്ക്കയോളം വേണ്ടി വരും 1 കിലോ കൊട്ടടയ്ക്ക കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ശതമംഗള, അത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ശതമംഗളയൊക്കെ ആണെങ്കിൽ ഒരു 100-110 അടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കൊട്ടടയ്ക്ക കിട്ടും. അതുപോലെ തന്നെ ഉള്ളതാണ് ചവർദാനം ഏകദേശം 100-110-120 അടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കൊട്ടടയ്ക്ക ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് സൈഗോൺ അല്ലെങ്കിൽ സ്വർണ്ണമംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങിൻ്റെ തൈയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 120 അടയ്ക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കൊട്ടടയ്ക്ക നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇൻ്റർമോഹിനാർ ആ ഇനത്തിൽപ്പെട്ട കവുങ്ങുണ്ട്. അതൊക്കെ നമുക്ക് ഏകദേശം ഈ 100 അടയ്ക്ക 100-110 അടയ്ക്ക ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ 1 കിലോ കൊട്ടടയ്ക്ക കിട്ടുന്ന രീതിയിലുള്ള ഇനങ്ങളാണ്. ഈ കുള്ള ഇനങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നിലവിൽ കണ്ട ഇതിൽ ഏറ്റവും വളർച്ച കൂടുതൽ കാണുന്നത് ചവർദാൻ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്. നമ്മളിപ്പം നമ്മൾ 3-4 സൈസ് ഒന്നിച്ച് വെച്ച് അതിനകത്ത് തന്നെ കാണപ്പെട്ടത് ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത് നമുക്ക് ചവർദാനാണ്. ചവർദാൻ ഏകദേശം ഇപ്പം നമുക്ക് 2 കൊല്ലം 2 മാസമായിട്ട് കുറച്ച് ഒക്കെ റിസൾട്ട് അറിയാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ 3 വർഷം പറയുന്ന കവുങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് വളം ചെയ്ത് നല്ല രീതിയിൽ പരിചരണവും ജലസേചനം ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാലയളവിനുള്ളിൽ നമുക്ക് വിളവ് തരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള കുള്ള ഇനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കവുങ്ങ് വെക്കേണ്ട സമയമാകാൻ പോവുകയാണ്. ജൂണോട് കൂടി എല്ലാവരും ജൂൺ മാസത്തിൽ എല്ലാവരും കുഴിയെടുത്ത് കുമ്മായം വെതറി നമ്മൾ കവുങ്ങ് വെക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഒന്നെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ചെരിഞ്ഞ ഭൂമികളൊക്കെയാണ്. നിരപ്പ് പ്രദേശം കുഴപ്പമില്ല. അപ്പം ചെരിഞ്ഞ ഭൂമിയാണെങ്കിൽ ഒന്നെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ. അപ്പോൾ ഈ കിഴക്കോട്ടും വടക്കോട്ടുമുള്ള ഭൂമിയിൽ കവുങ്ങ് നമ്മൾ നടുമ്പോൾ നമുക്ക് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. പടിഞ്ഞാറൻ വെയിലും തെക്കൻ വെയിലും നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ അതിന് ചൂട് കുറയും, കവുങ്ങിന് സംരക്ഷണം കൂടുതൽ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കവുങ്ങ് നടുമ്പോൾ അകലം നമ്മൾ ആദ്യം സ്ഥലം തിരഞ്ഞെടുത്തു. ഇനി അതിൻ്റെ അകലമാണ് ക്രമീകരിക്കേണ്ടത്. നമ്മൾ സാധാരണ കവുങ്ങ് വെക്കുന്നത് 10 അടി ഡിസ്റ്റൻസാണ്. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും 10 അടി ആ ഡിസ്റ്റൻസിലാണ് നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ അകലം നമ്മൾ ക്രമീകരിച്ചു. ഇനി അതിനകത്ത് കുഴിയെടുക്കുന്നത് നമ്മൾ മിനിമം 2.5 അടി കുഴി എടുക്കണം. ആഴം കൂടുന്നതിനനുസരിച്ച് കവുങ്ങിന് നല്ല വളർച്ചയിലൊക്കെ പ്രയോജനം ചെയ്യും. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന നിരപ്പായ സ്ഥലം, കണ്ട പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അധികം കുഴിയെടുക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് അത് വെള്ളം നിൽക്കാത്ത രീതിയിലുള്ള കുഴിയെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ തണ്ട് മറിച്ചിട്ട് വരമ്പ് മറിച്ചിട്ട് അതിന് മുകളിലാണ് വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ നടുന്ന സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആണ് നല്ലത്. നമ്മൾ മഴക്കാലത്ത് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞ് മഴ പെയ്ത് വെള്ളമായി കഴിഞ്ഞാൽ അത് വെള്ളം നിന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഒരു നവംബറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 6-7 മാസത്തെ നമുക്ക് വളർച്ച കിട്ടും. അപ്പം വേര് പിടിക്കുന്ന കാരണം അത്രയും ക്ഷീണം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ കുഴിയെടുത്തു, 2.5 ഫീറ്റ് കുഴിയെടുത്ത്
അതിൽ കുമ്മായം വിതറി ഒരു 10 ദിവസം വെക്കുക. അതിന് ശേഷം നമ്മൾ കൊട്ടക്കുഴി എന്ന് പറയും, അതിനകത്തേക്ക് നമ്മൾ ചെറിയ കുഴി എടുത്തിട്ട് വേണം ഈ കൂടെ ഇറങ്ങാൻ മാത്രം കണക്കിനുള്ള ചെറിയ കുഴി എടുക്കുക. അതിനകത്തേക്ക് കവറ് പൊട്ടിച്ച് തൈ വെച്ച ശേഷം കുറച്ച് ജൈവവളവും വേപ്പ് പിണ്ണാക്കും ഇട്ട് നമ്മൾ അമർത്തി ഉറപ്പിക്കുക. അപ്പം നമ്മൾ ജൂൺ മാസമാണെങ്കിൽ തന്നെ നമുക്ക് നല്ല കഠിനമായ ഓവർ മഴയുള്ള സമയത്ത് വെക്കുന്നത് നല്ലതല്ല. കുറച്ച് മഴ കുറഞ്ഞിരിക്കുന്ന സമയമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ വെച്ച് ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പച്ചില കുറച്ച് അതിൻ്റെ അടിയിൽ മുറിച്ചിട്ട് കൊടുക്കുന്ന കൊത്തിയിട്ട് കൊടുക്കുന്ന നല്ലതാണ്. എന്നുവെച്ചാൽ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ മണ്ണിലേക്ക് വെള്ളം വീണ് അതിനകത്ത് നിന്ന് അത് തെറിച്ചിട്ട് ഈ ഇലയുടെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അത് തൈക്ക് ക്ഷീണം ചെയ്യാനും അത് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കവുങ്ങ് വെക്കുമ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ ഗഡു വളം കൊടുക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ നടീരീതിയെ പറ്റി പറയാനുള്ളത്. എപ്പോഴും നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കണം. ഇനങ്ങൾ അതിപ്പം നമ്മുടെ ഇനങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇനങ്ങൾ ഇഷ്ടമാണ്. പലരും നമ്മുടെ അടുത്ത് 8 ഇനങ്ങൾ ഇപ്പം നമ്മുടെ നിലവിലുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇനങ്ങളെ പറ്റി ധാരണയുണ്ടാവും. അവർ വന്ന് ഇന്ന ഇനം വേണം, അത് നമുക്ക് യോജിച്ചതാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാറ്. പിന്നെ നമ്മളോട് അഭിപ്രായം ചോദിക്കുന്നവരോട് നമ്മൾ സ്ഥലത്തിൻ്റെ ഘടനയൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇന്ന ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ആൾ ചാലക്കുടിയിൽ നിന്ന് വിളിച്ചായിരുന്നു. അവരിതുപോലെ 1 മീറ്റർ കുഴിയെടുത്തു, കവുങ്ങ് വെച്ചു. കവുങ്ങ് 2 വയസ്സായപ്പം കുഴി മുഴുവൻ മൂടിക്കളഞ്ഞു. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ നമ്മൾ വളവും ഈ ചവറും ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഇത് മുകളിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ മണ്ണിട്ട് മൂടിക്കൊണ്ട് വരരുത്. അപ്പോൾ അത് വളർച്ചയെ ബാധിക്കും. നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളറിയാം 2.5 അടി കുഴിയുള്ള അതിനകത്ത് കവുങ്ങ് വെച്ചിട്ട് 2 വയസ്സാകുമ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റായി കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ വളമിട്ട് കൊടുത്ത് വേറെ അടിയിലാണ്. നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റത്തില്ല. വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് തൈക്ക് ഗുണപ്രദമാകുകയില്ല. കാരണം അതിലും എത്രയോ അടിയിലായിരിക്കും അതിൻ്റെ തൈയുടെ വേരുകൾ. അപ്പം നമ്മൾ കുറേശ്ശെ വളം ചെയ്തുകൊണ്ട് ഇന്ന രീതിയിൽ വേണം മണ്ണിട്ട് പൊക്കിക്കൊണ്ട് വരാൻ. അപ്പം ഞാനൊക്കെ ഒരു 30 കൊല്ലം 35 കൊല്ലം കവുങ്ങൊക്കെ ഇപ്പോഴും കുഴിയില്ല, ഒരു വേരും മേലെ കാണത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നല്ല കുഴിയെടുത്ത് ഞാൻ സാധാരണ കവുങ്ങ് വെക്കുന്നത് 3 അടി കുഴി എടുത്തിട്ടാണ്. അപ്പം ആദ്യം കുറച്ച് വളർച്ച കുറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അടിയിലേക്ക് ചെല്ലും തോറും നമ്മുടെ മണ്ണിന് വളക്കൂറ് കുറവായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൃഷിയിടത്തിൽ വെച്ച കവുങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പം നമ്മൾ കൃഷി ചെയ്ത രീതിയും അല്ലാത്ത രീതി. ഇപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചില ആൾക്കാർ കവുങ്ങ് വെക്കും, പെട്ടെന്ന് മുകളിലായിരിക്കും വെക്കുന്നത്. കാരണം ചെറിയ കുഴിയെടുത്ത് ഒരു അരയുടെ കുഴിയെടുത്ത് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എല്ലാം വേര് മേലെ നിൽക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണം. ഇപ്പോൾ ഇവിടെ തന്നെ മുളച്ചു വന്നൊരു കവുങ്ങ് കണ്ട നിൽക്കുന്നത്. ഇത് കൂടക്കകത്ത് നമ്മുടെ നഴ്സറിയിൽ തന്നെ ഇവിടുന്ന് അത് അങ്ങനെ നിന്നാണ്. പിന്നെ നമ്മൾ കളഞ്ഞില്ല. അങ്ങനെ ഇതാണ് കണ്ടത്, വേര് കമ്പിടിച്ച് മുകളിലാണ്. നമ്മൾ ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ കവുങ്ങ് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ സംഭവിക്കത്തില്ല. ഒരു 30-35 വർഷമായാലും നമ്മുടെ അനുഭവത്തിൽ കൂടെ പറയുന്നതാണ്. അത് വേര് അടിയിൽ തന്നെ ഉണ്ടാവും. അത് മാത്രമല്ല, വേനൽക്കാലത്ത് ഇപ്പം നനയെക്കുറിച്ച് കുറഞ്ഞാൽ തന്നെ അധികം നമ്മൾ കവുങ്ങിന് ചൂടടിക്കത്തില്ല. കാരണം ആഴങ്ങൾ കൂടുന്തോറും അതിനകത്ത് ഈർപ്പം അടിയിലേക്ക് കൂടുതലുള്ളത് കൊണ്ട് ചൂടിനെയും ബാധിക്കത്തില്ല. കവുങ്ങിൻ്റെ ഇതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നഴ്സറികളിലൊക്കെ പോയി എല്ലാവരും തൈയുടെ വലുപ്പം ആദ്യം നോക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ അടയ്ക്ക പാകാൻ എടുക്കുന്നത്, ഞാൻ എപ്പോഴും എടുക്കുന്നത് 2-മത്തെയോ അല്ലെങ്കിൽ 3-മത്തെ കൊലയായിരിക്കും നമ്മൾ പാകാൻ എടുക്കുന്നത്. പലരും എടുക്കുന്നുണ്ട്, ആദ്യം തന്നെ പാകമായത് തന്നെ ആദ്യം തന്നെ എടുത്ത് കിളിപ്പിച്ച് നമ്മൾ തൈ പാകുന്നുണ്ട്. അതിന് വളർച്ച കൂടുതലുണ്ടാകും ആദ്യം. പക്ഷേ തൈക്ക് എപ്പോഴും നല്ലത്, നമ്മുടെ ഉൽപ്പാദനത്തിനൊക്കെ എപ്പോഴും നല്ലത് 2-മത്തെ 3-മത്തെ കൊലയിൽ നിന്ന് അടയ്ക്ക പാകാൻ എടുക്കുന്നതായിരിക്കും. അതിന് വെച്ചാൽ ആദ്യത്തെ കൊലയിലൊക്കെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ 2-മത്തെ 3-മത്തെ കൊലയിലൊക്കെ ഏകദേശം 10-200 അടയ്ക്കയൊക്കെ മിനിമം ഉണ്ടാവും.
അപ്പോൾ അങ്ങനെയുള്ള അടയ്ക്കയാണ് നമ്മൾ പാകാൻ എടുക്കുന്നത്. അപ്പോൾ തൈയുടെ വലുപ്പത്തിലുള്ള കാര്യം അതിൻ്റെ അടയ്ക്ക വിത്തെടുക്കുക ശേഖരിക്കുന്നതിലാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ തൈ എടുക്കുമ്പോൾ ചോദിക്കേണ്ടത് ഇത് എത്രാമത്തെ കൊലയിലെയാണ് നിങ്ങൾ എടുത്ത് പാകിയിരിക്കുന്നത് ചോദിക്കുക. തൈയുടെ വലിപ്പം കുഴപ്പമില്ല. തൈ നമ്മളിപ്പോൾ കവറിൽ നമ്മൾ എത്ര വളവിട്ട് പൊക്കി കൊണ്ടുവന്നൊരു കാര്യമില്ല. നിങ്ങൾ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങനെ പരിചരിക്കുന്നു അതാണ് ഇതിൻ്റെ വളർച്ച കിട്ടുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തൈ കൊണ്ടുവരാം. ഞങ്ങളിപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ചാണക സ്ലെറിയുണ്ട്, അത് പിണ്ണാക്കും, നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജൈവം മാത്രം. അപ്പം നമ്മൾ ആ രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൈകളാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള തൈകൾ വൈപ്പിരം, ചെറുപുഴ, ചുള്ളിയ ഈ 3 നഴ്സറി ഇതോടെ തൈകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് തൈ നോക്കി അറിയാം, വിവിധ ഇനങ്ങളിൽപ്പെട്ട നല്ല തൈകളുണ്ട്. നമ്മളതുപോലെ ഷെയ്ഡ് നെറ്റൊക്കെ ഉപയോഗിച്ച് അതുപോലെ സംരക്ഷിച്ചാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടാണ് തൈകൾ തയ്യാറാക്കി കൊടുക്കുന്നത്. നമ്മൾ 35 വർഷത്തിന് മേലെ ഈ രംഗത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ കൊണ്ടുപോയി ഉപയോഗിച്ചവരുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആരോടും. അപ്പോൾ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചാലും കൃത്യമായിട്ടും, ആര് വന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള നമ്മുടെ എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ബൈ.